കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു തോരൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നിർബന്ധമായിട്ട് അവർ ഫുള്ളും കഴിച്ചോളും കേട്ടോ. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള വേലിച്ചീര അല്ലെങ്കിൽ മൈസൂർ ചീര എന്നൊക്കെ പറയുന്നില്ലേ, ആ ചീര വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതേപോലെ നീളത്തിലുള്ള ഇല വേലിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഒടിച്ചു കുത്തി വളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് വളർന്നുണ്ടാവും. ഇതിൻ്റെ ഇളയ ഇലയൊക്കെ വെച്ച് നമുക്ക് കറിയോ അല്ലെങ്കിൽ തോരനോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ഗുണങ്ങളുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഇളയ ഇലകളാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. മൂത്ത ഇലയ്ക്ക് ഭയങ്കര പ്ലാസ്റ്റിക് മാതിരിയാണ്, അത് അല്പം കട്ടി ഉണ്ടാവും. ഇളയതായാലും കുറച്ച് വേവൊക്കെ അധികം ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ചീരയില വെക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് സമയം ചിലവഴിക്കണം. ഇളയ ഇലകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇലയുടെ പുറകിൽ പുഴുക്കൂടോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ട് നോക്കണം കേട്ടോ. ഇലയുടെ അടിയിലൊക്കെ ചിലപ്പോൾ പ്രാണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ വീണ്ടും കഴുകിയിട്ട് ഞാൻ ഒന്നും കൂടി നോക്കിയതാണ്. ഇനി നമുക്കതിൻ്റെ തണ്ട് വേണ്ട കേട്ടോ, ഇല വളർന്നിരിക്കുന്ന ആ തണ്ട് വേണ്ട. അത് കുറച്ച് കട്ടിയാണ്, തോരൻ വെച്ചാലൊന്നും ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടില്ല, കറിക്കും. കൂമ്പിലുള്ളതാണെങ്കിൽ മാത്രമേ സോഫ്റ്റ്നെസ് ഉള്ളൂ, എന്നാലും അത് മാത്രം എടുത്താൽ മതി. ഇതേപോലെ അടിഭാഗത്തുള്ള ഇലകളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ തണ്ടെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് കട്ടിയുള്ള ഇലയായതുകൊണ്ട് കുറച്ച് വേവാൻ താമസം ഉണ്ടാവും. പിന്നെ അതേപോലെ ഇടുന്നതും നല്ലതല്ലല്ലോ. പരിപ്പിലൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല, നല്ലപോലെ വേവിച്ചെടുത്താൽ മതി. നൈസായിട്ട് ഞാനിതൊന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല സ്വാദ് ഉണ്ടാവുക. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ചീരയിലൊക്കെ വെളുത്തുള്ളി ചേർക്കണം, നല്ലതാണ് ഗ്യാസൊക്കെ കുറയാനേ. പിന്നെ ചെറിയുള്ളിയോ സവോളയോ, ചെറിയുള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്, അറിയാലോ. ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മൂത്തൊന്നും പോകണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് അഭിപ്രായം കൂടി പറയണം. എല്ലാവരുടെയും സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഉള്ളി ഈ സമയം നന്നായിട്ടൊന്ന് വഴന്നു വന്നു. ഇത്രയും മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കണം. ഞാൻ അതിന് മുമ്പ് ഒരല്പം ഉപ്പ് ചേർത്തു, ചീരയ്ക്ക് ആവശ്യമുള്ള. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വഴറ്റിയ ഉള്ളിയിലേക്ക് ചീര ചേർത്ത് കൊടുത്തത്. ഇതിലിട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ചീര വേവുന്നതിന് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വേവ് കൂടുതലുണ്ട്, കട്ടിയുള്ള ഇലയായതുകൊണ്ട് തന്നെ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. സാധാരണ ചീരയുടെ പോലെയല്ല, കുറച്ച് വേവുണ്ട് കേട്ടോ. നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒന്ന് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ അല്പം തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് കോഴിമുട്ടയാണ് കേട്ടോ. 2 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചൂടിൽ തന്നെ നമുക്ക് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ചീരയിലൊക്കെ ഉപ്പുണ്ടായാൽ അത് ഇതിലേക്ക് പിടിച്ചോളും. നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, കൂടുതലിടണ്ട. ഇലയാണ്, കോഴിമുട്ടയാണ്, അധികമൊന്നും വേണ്ടല്ലോ. വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, കോഴിമുട്ടയല്ലേ പെട്ടെന്ന് വെന്തോളും. ഇലയും നന്നായിട്ട് വെന്തതാണ്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരുടെ അഭിപ്രായം പറയണേ.